ഹലോ ഓൾ വെൽക്കം ടു യുവർ ഗുരു. അപ്പോൾ നമ്മുടെ വൊക്കാബുലറിയുടെ സീരീസാണ് ഇപ്പം പോയോണ്ടിരിക്കുന്നത്. ഇന്ന് 4th ഡേ ആണ്. അപ്പം 60ാമത്തെ വേർഡ് ഇട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ആംബി ഡെക്സ്ട്രസ് ആണ് ആദ്യത്തെ വേർഡ്. അതിൻ്റെ മീനിങ് എബിൾ ടു യൂസ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഈക്വലി വെൽ. വലത് കൈയും ഇടത് കൈയും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ആൾക്കാരെ പറയുന്നതാണ് ആംബി ഡെക്സ്ട്രസ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ആംബിഗസ്. Capable of being understood in either of two or more possible senses and therefore not definite. അതായത് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അവ്യക്തതയുള്ളത് അല്ലെങ്കിൽ രണ്ടർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു രീതിക്ക് നമ്മളൊരു വാക്ക് പറയുകയാണെങ്കിൽ അതിനെ ആംബിഗ്വസ് എന്ന് പറയും. ഒരു ഫോർ എക്സാമ്പിൾ, ഹി ലുക്ക്ഡ് അറ്റ് ഹർ വിത്ത് ആൻ ആംബിഗ്വസ് സ്മൈൽ. അയാൾ അവളെ നോക്കിയിട്ടൊരു രണ്ട് രീതിയിലുള്ള ഒരു ദ്വയാർത്ഥമുള്ള ചിരി. നമുക്ക് അവരെന്താ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് മനസ്സിലായില്ല വേർഡിൻ്റെ ഒരു എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. രണ്ട് രീതിയിൽ ആ ഒരു എന്ത് കാര്യമാണെങ്കിലും ആ രണ്ട് രീതിയിൽ അതിനെടുക്കാൻ പറ്റുന്നതിന് നമ്മൾ ആംബിഗ്വസ് എന്ന് പറയും. അടുത്തത് ആംബിവാലൻറ്റ്. ഹാവിങ് ഓർ ഷോയിങ് ബോത്ത് ഗുഡ് ആൻഡ് ബാഡ് ഫീലിങ്സ്. ഒരു കാര്യത്തെ പറ്റിയിട്ട് രണ്ട് അഭിപ്രായങ്ങളുള്ള, പരസ്പര വിരുദ്ധമായിട്ടുള്ള വൈകാരിക നിലപാടുകളുള്ള അല്ലെങ്കിൽ ചാഞ്ചല്യമുള്ള അങ്ങനെയൊക്കെ ഉള്ള മീനിങ് ആണ് ആംബിവാലൻറ്റ്. ഒരു വേർഡ് പറയുകയാണെങ്കിൽ ഹി ഫെൽറ്റ് ആംബിവാലൻറ്റ് അബൌട്ട് ഹിസ് ജോബ്. ആ ജോലിയെപ്പറ്റി അയാൾ ആംബിവാലൻ്റ് ആണ്. അത് നല്ല ഫീലിങ്സും ഉണ്ട് അയാൾക്ക്, അതിനെപ്പറ്റി ബാഡ് ഫീലിങ്സും ഉണ്ട്. അടുത്ത വേർഡ് ആംബിവേർട്ടാണ്. വൺ ഹൂ ഹാസ് ദ ക്വാളിറ്റീസ് ലൈക്ക് ഷൈനസ് ആൻഡ് ഓപ്പൺനെസ് അറ്റ് ദ സെയിം ടൈം. നമ്മൾ ഇൻട്രോവേർട്ട് എന്ന് പറയില്ലേ, അധികം സംസാരിക്കാത്ത ആളുകളെ, അതേപോലെ എക്സ്ട്രോവേർട്ട് എന്ന് പറയും, നല്ല സംസാരിക്കുന്ന ഭയങ്കര ഇതായിട്ടുള്ള ആളുകളെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആൾക്കാരാണ് ഈ ആംബിവേർട്ട്. ചില സമയങ്ങളിൽ അവർക്ക് ഒരു ഷൈനസ് ഉണ്ടാവും, ചില സമയത്ത് അവർ നന്നായി സംസാരിക്കും. അങ്ങനെയുള്ള ആളുകൾ പറയുന്നതാണ് ആംബിവേർട്ട്. അടുത്ത വേർഡാണ് ആംബിൾ. വാക്ക് ഓർ മൂവ് അറ്റ് എ സ്ലോ റിലാക്സ്ഡ് പേസ് ടു വാക്ക് എയിംലെസ്ലി. നമ്മളിപ്പം ബീച്ചിലൊക്കെ പോയാൽ അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രീറ്റിലൂടെയൊക്കെ പ്രത്യേകിച്ച് ഒരു ഇതുമില്ലാതെ ഇങ്ങനെ നടക്കില്ലേ, അതിനെയാണ് നമ്മൾ ആംബിൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് യാതൊരു ഉദ്ദേശമില്ലാതെ ഇങ്ങനെ നടക്കുന്നതിന്. 65ാമത്തെ വേർഡ് അമലിയറേറ്റ് ആണ്. അതിൻ്റെ മീനിങ് മേക്ക് സംതിങ് ബാഡ് ഓർ അൺസാറ്റിസ്ഫാക്ടറി ബെറ്റർ. മോശമായിട്ടുള്ളൊരു അവസ്ഥയെ ബെറ്റർ ആക്കുന്നതിനാണ് അമലിയറേറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ദിസ് മെഡിസിൻ ഷുഡ് ഹെൽപ്പ് അമലിയറേറ്റ് ദ പെയിൻ. ഈ ഒരു മരുന്ന് അത്രയും ആ മോശമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ആ വേദനയെ സുഖപ്പെടുത്തുന്നതാണ്. ഓക്കെ, അടുത്ത 66ാമത്തത് അമെനബിൾ. റെഡിലി റിയാക്ടിങ് ടു സജഷൻസ് ആൻഡ് ഇൻഫ്ലുവൻസസ്, വില്ലിങ് ടു ബി ഗൈഡഡ് ഓർ കൺട്രോൾഡ്. അനുകൂലമായിട്ടുള്ള നമ്മളൊരു സജഷൻ പറഞ്ഞാൽ അതിന് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നത്, അതിന് നമ്മൾ പറഞ്ഞതിനെ കൺസിഡർ ചെയ്യുന്നത്, അതിനൊക്കെ നമുക്ക് അമെനബിൾ എന്ന് പറയാം. ഓക്കെ, അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മളിപ്പം അവർ മാനേജർ ഈസ് അമേനബിൾ ടു അവർ സജഷൻസ് എന്ന് പറയും. നമ്മൾ അഭിപ്രായങ്ങളോട് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മാനേജർ. ഓക്കെ, 67ാമത്തെ വേർഡ് അമിക്കബിൾ. സംവൺ ഹൂ ഈസ് ഫ്രണ്ട്ലി ആൻഡ് ഗുഡ് നാച്ചുർഡ്. അമിക്കോ പറയുന്നത് കേട്ടിട്ടില്ലേ, നമ്മളോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നവരെ അമിക്കബിൾ ആണെന്ന് പറയാം. ഓക്കെ, 68ാമത്തെ വേർഡ് അംനേഷ്യ. എ പാർഷ്യൽ ഓർ ടോട്ടൽ ലോസ് ഓഫ് മെമ്മറി. ഓർമ്മക്കുറവിനെയാണ് അംനേഷ്യ എന്ന് പറയുന്നത്. 69ാമത്തെ വേർഡ് അംനെസ്റ്റി. ആൻ ഒഫീഷ്യൽ പാർഡൻ, ദ ഫോർമൽ ആക്ട് ഓഫ് ലിബറേറ്റിംഗ് സമൺ. പിന്നെ പ്രസിഡൻറ്റ് ചിലർക്ക് മാപ്പ് കൊടുക്കുന്നത് കേട്ടില്ലേ, പിന്നെ വധശിക്ഷ എന്നൊക്കെ ഒഴിവാക്കാറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മൾ അംനെസ്റ്റി എന്ന് പറയാം. അടുത്ത വേർഡാണ് അമോറൽ. നോട്ട് ഫോളോയിങ് എനി മോറൽ റൂൾസ് ആൻഡ് നോട്ട് ക്യാരിങ് എബൌട്ട് റൈറ്റ് ഓർ റോങ്. യാതൊരു ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളും ഫോളോ ചെയ്യാതെ, എന്താ ശരി എന്താ തെറ്റ് ഒന്നും കെയർ ചെയ്യാതെ ജീവിക്കുന്നതിനാണ് നമ്മൾ അമോറൽ എന്ന് പറയുക. ഓക്കെ, അടുത്തത് ആംഫീബിയൻസ് ആണ്. അനിമൽ ദാറ്റ് ക്യാൻ ലീവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ. വെള്ളത്തിലും കരയിലും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്നതിന് ആംഫീബിയൻസ് എന്ന് പറയുന്നു. 72ാമത്തത് ആംബ്യൂട്ടി. എ പേഴ്സൺ ഹു ഹാസ് ഹാഡ് വൺ ഓർ മോർ ലിംസ് റിമൂവ്ഡ്. അംഗം വിച്ഛേദിച്ച ആൾ, കയ്യോ കാലോ ഒക്കെ മുറിച്ച് മാറ്റപ്പെട്ട ആളിനെ നമുക്ക് ആംബ്യൂട്ടി എന്ന് പറയാം. അടുത്ത വേർഡ് അനാലിസിസ് ആണ്. അറിയാമല്ലോ, ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് സംതിങ് കോംപ്ലക്സ്. കാര്യത്തെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, അനലൈസ് ചെയ്യാന്ന് പറയുന്നത്. 75ാമത്തെ വേർഡ് അനാർക്കിസ്റ്റ്. എ പേഴ്സൺ ഹൂ ബിലീവ്സ് ദാറ്റ് ലോസ് ആൻഡ് ഗവൺമെൻറ്റ്സ് ആർ നോട്ട് നെസസറി. ഒരു സമൂഹത്തിൽ ഗവൺമെൻറ്റും സംവിധാനങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്ന ആൾക്കാരെ അനാർക്കിസ്റ്റ് എന്ന് പറയുന്നു. അടുത്ത വേർഡ് അനാർക്കി. ഇൻ എ സിറ്റുവേഷൻ ഇൻ എ കൺട്രി ആൻ ഓർഗനൈസേഷൻ എക്സെട്ര ഇൻ വിച്ച് ദർ ഈസ് നോ ഗവൺമെൻറ് ഓർഡർ കൺട്രോൾ. ഒരു സമൂഹത്തിൽ ഗവൺമെൻറ്റും യാതൊരു കൺട്രോളും ഒന്നും ഇല്ലാതിരിക്കുന്നതിന് നമുക്ക് അനാർക്കി എന്ന് പറയാം.
അടുത്തത് അനാട്ടമിയാണ്. ദ ബ്രാഞ്ച് ഓഫ് സയൻസ് കൺസേൺ വിത്ത് ദ ബോഡിലി സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻസ്, ആനിമൽസ് ആൻഡ് അതർ ലിവിങ് ഓർഗാനിസംസ്. ശരീരഘടനയെ പറ്റിയുള്ള ശാസ്ത്രം, അതാണ് അനാട്ടമി എന്ന് പറയുന്നത്. 78ാമത്തത് ആങ്കർ, എ പേഴ്സൺ ഹൂ പ്രസൻസ് എ റേഡിയോ ടെലിവിഷൻ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആൾ, അതിനെ പറയുന്നതാണ് ആങ്കർ. ഓക്കെ. 79th വേർഡ് ആൻഷ്യൻ്റ്, ബിലോങ്ങിങ് ടു ലോങ് പാസ്റ്റ്, പുരാതനമായ. 80ാമത്തെ വേർഡ് അനക്ഡോട്ട്, എ ഷോർട്ട് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഓർ അമ്യൂസിങ് സ്റ്റോറി അബൌട്ട് എ റിയൽ പേഴ്സൺ ഓർ ആൻ ഇവൻറ്റ്. ചെറിയ ചെറുകഥകൾ, ഫലിതങ്ങൾ, യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ രസകരമായി ചെറിയ രീതിയിൽ കുറഞ്ഞ വേർഡിൽ അവതരിപ്പിക്കുന്നതിന് അനക്ഡോട്ട് എന്ന് പറയും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വേർഡ്സ്. അപ്പോൾ നാളെ ഞാൻ ഒരു 20 സെറ്റ് വേർഡ്സുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.